അവന് ശാരീരികമായ പരിമിതിയുണ്ട്, അവയവങ്ങൾക്ക് പരിമിതിയുണ്ട്. അവന് കയ്യോ കാലോ രണ്ട് കയ്യുമില്ല. രണ്ട് കയ്യുമില്ല. ഓക്കെ. അപ്പോൾ അവനിങ്ങനെ ഇരിക്കുകയാണ്. വേറൊരു കുട്ടി കയ്യും കാലും ഒക്കെ ഉള്ളൊരു കുട്ടി അവനിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഒരു ഭയങ്കര പെയിൻഫുള്ളാണ്. ആ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് ഞാൻ എൻ്റെ ഫിദുവിനെ, എൻ്റെ ഹവാവിനെയൊക്കെ വെച്ച് വിലയിരുത്തുമ്പോൾ, എൻ്റെ മക്കളെ വെച്ച് വിലയിരുത്തുമ്പോൾ നമുക്കത് പെട്ടെന്ന് കിട്ടും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവൻ ചെയ്യണത് എന്താണ്? അവന് മറ്റേ കുട്ടി 2 കൈ കൊണ്ട് ചെയ്ത കാര്യം അവൻ 2 കാലുകൊണ്ട് ചെയ്ത് ഭയങ്കരമായിട്ട് അത് കളിപ്പാട്ടത്തെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്പർ 1, നമ്മൾ ഈ കുട്ടികളുടെ വികൃതി ഭയങ്കര പ്രശ്നമാണ്. കുറേ സ്ത്രീകൾക്ക് അടങ്ങി നിൽക്കണില്ലവനെന്നൊക്കെ പറയും. സ്കൂൾ തുറന്ന് കിട്ടിയാൽ മതി. ഞാൻ ഇന്നലെ എൻ്റെ നെഷ്വൻ്റെ അടുത്ത് പോയി. എൻ്റെ സ്കൂളിലെ 7Cയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ നെഷ്വ പിന്നെ അവളുടെ അടുത്ത് ഞാനിപ്പോൾ ഏകദേശം 6 വർഷമായിട്ട് പോകുന്നുണ്ട്. അവൾക്ക് സ്കൂളിൽ വരാൻ കഴിയില്ല. ഫുള്ള് ശരീരം തളർന്നു പോയ കുട്ടിയാണ്. പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ എന്ത് സന്തോഷമാണ് അവൾക്ക്. ഇനി മാത്രമല്ല, ഞാൻ അവിടെ അവളെ വല്യമാനെ കാണും. അവിടെ ഏറ്റവും സന്തോഷവതിയായ ആൾ അവരുടെ വല്യമ്മയാണെന്ന് തോന്നി എനിക്ക്. ഭയങ്കര സർവീസാണ് ശരിക്ക്. അവരുടെ ഉമ്മ ഭയങ്കര സ്വബറാണ് ശരിക്ക്. അവരുടെ ഉപ്പ ഭയങ്കര ത്യാഗമാണ് ശരിക്ക്. കാരണം ഉപ്പ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ജോലിയൊക്കെ ഒഴിവാക്കി ഇവിടെ കൂലിപ്പണിക്കാൻ ഞാൻ ചെല്ലുമ്പോൾ 3-3:30 ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ജോലി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണത്. പിന്നെ ചെറിയൊരു മോളുണ്ടായിട്ടുണ്ട് അവർക്കിപ്പോൾ, വേറെ പരിമിതികളൊന്നും ഇല്ലാത്തൊരു കുട്ടി. അപ്പം ഞാൻ പറയണത്, ഇങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പിന്നെ ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കുട്ടീൻ്റെ കയ്യൊന്ന് ഇളകി കിട്ടാൻ എത്രയോ കാലം ഫിസിയോതെറാപ്പിക്ക് പോയി. അപ്പം എന്തെങ്കിലും പറഞ്ഞു അവൾ ആ വലത്തെ കൈ പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഇളക്കുന്നുണ്ട്. ആ സന്തോഷം, അത് പറയുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളെ അജിസിലുണ്ട്, അജിസിലിനെ നിങ്ങൾക്ക് അറിയാലോ. അജിസിൽ ഒരു ഭയങ്കര കുട്ടിയാണ്. മാഷാ അല്ലാഹ്. അള്ളാഹു അവന് വലിയ ഭാവി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഡ്രീമിലൊക്കെ അവനിങ്ങനെ ഒരു ഭയങ്കര ഒരു സ്കോളറായി മാറണ ഞാൻ അങ്ങനെ എൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വിചാരിച്ച കാര്യം എത്രേ ഉള്ളൂ, നമ്മളെ കുട്ടികളുടെ വികൃതിയിലാണ് നമുക്ക് പ്രശ്നമെങ്കിൽ അങ്ങനെ കുട്ടികളൊന്ന് ഓടിച്ചാടി കിട്ടുന്നത് കാണാൻ കൊതിക്കണ എത്രയോ മനുഷ്യരുണ്ട്. നമ്പർ 1. 2, എല്ലാവർക്കും പരിമിതി ഉണ്ടാകും. എല്ലാവരും ഒരേപോലെ ആകില്ല. നമ്മളൊക്കെ പൊതുവേ ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും സമൂഹമാണെങ്കിലും നല്ല വർത്താനം പറയുന്ന ആളെ നല്ല കുട്ടിയുള്ളൂ. അധികം റെസ്പോൺസസ് തരാത്ത ഒരാൾ നല്ല കുട്ടിയല്ല. അതായത് ഇൻട്രോവർട്ടുകൾ ഉണ്ടാവും പൊതുവെ. ഇൻട്രോവർട്ട് എക്സ്ട്രോവർട്ട് എന്ന് പറയുന്നത് പഠിച്ചോൻ തരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്. ഒരു വ്യക്തി സ്വയം ആകണതല്ല. അപ്പം അങ്ങനെ ഒക്കെ ഉള്ള വ്യക്തികളെ, ആളുകളെ, അവർക്ക് എല്ലാവർക്കും അവരുടേതായ ഒരു കഴിവും സ്കില്ലും ഒക്കെ ഉണ്ടാകും. ആ കഴിവിനെയും സ്കില്ലിനെയും ഒക്കെ പുറത്തെടുക്കാനുള്ള സാഹചര്യം എന്ത് ചെയ്യണം? നമ്മൾ ഒരുക്കണം. അങ്ങനത്തെ ഒരു വലിയ പാഠം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പരിമിതികൾ എന്തുണ്ടെങ്കിലും, പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും അയാൾക്കൊരു സ്കില്ലുണ്ടാവും. അയാളുടെ അതിജീവനത്തിനോ അയാളുടെ ഉപജീവനത്തിനോ ഒക്കെ ഉള്ളൊരു സാധനം അയാളിൽ പഠിച്ചോൻ കൊടുത്തിട്ടുണ്ടാവും. അത് കൊടുക്കാതെ പഠിച്ചോൻ വിടൂല, ഉറപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സംഭവം അതിലുണ്ട്, ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു കാര്യം. 3-മത്തെ ഒരു കാര്യം, ഈ കുട്ടികളുടെ ലോകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ, അവരിതൊക്കെ ഒന്ന് കണ്ടെത്തുന്നിടത്ത് എന്ത് ചെയ്യണം? അവർക്കൊരു ഭയങ്കര റോളുണ്ട്. ചില ടീച്ചേഴ്സൊക്കെയാണ് ചില വ്യക്തികളൊക്കെ ആ അർത്ഥത്തിൽ കണ്ടെത്തി വളർത്തും. ചിലപ്പോൾ ചില പാരൻസ് ആയിരിക്കും മക്കൾ തകർന്നു പോകേണ്ട കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. ചരിത്രത്തിൽ അങ്ങനത്തെ ചില വലിയ സംഭവങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. സമയപരിമിതി പരിഗണിച്ചാണ് കമൻറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഓഫ് കോഴ്സ് തീർച്ചയായും നമ്മളിവിടെ ഈയൊരു ചിന്തയാണ് ഇപ്പോൾ സമൂഹത്തിന് കൊടുക്കാൻ വിചാരിക്കുന്നത്. ഒരു വളരെ ഇൻക്ലൂസീവായിട്ടുള്ള, വളരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഈ മേഖലയിലൊക്കെ ആവശ്യം.